ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഡിവൈനിലുള്ള ഒരു ഗൈഡൻസും എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ജീവിതത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതിനെ ഓവർകം ചെയ്യാൻ യൂണിവേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണ്? ചിലരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്, ചിലവർ പുറത്തു പോകുവാൻ വേണ്ടി, അതായത് അബ്രോഡ് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് നടക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിട്ടാണ് കാണുന്നത്. ചിലർക്ക് അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് മൂലം ചിലത് നഷ്ടപ്പെട്ടതാകാം. അതായത് ഓപ്പണായി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചിലർ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ വേഗത കൂടുന്നു. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ചില കാര്യങ്ങളിൽ നിങ്ങളെ തളർത്തിക്കളയുന്നു എന്നാണ് കാണുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഭാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമുള്ളൊരു ഭാരമാണ്, ഒരു റിസ്ക് ആണ് നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് താഴെ വയ്ക്കാനും പറ്റില്ല, കൊണ്ടു നടക്കാനും പറ്റില്ല എന്ന പോലെയുള്ള ഒരു ഭാരമാണ് നിങ്ങളിപ്പോൾ വഹിക്കുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്നത് ഒരു റീബർത്തിലേക്കാണ്. അതായത് നിങ്ങളുടെ ഏതോ ഒരു കർമ്മത്തിൻ്റെ ഒരു സൈക്കിൾ എൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കാണുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ പറയുന്നത്, മെൻ്റലി ഏതോ ഒരു കാര്യത്തിൽ ഒരു എൻഡായിട്ടുണ്ട്. അപ്പോൾ ആ എൻഡിൻ്റെ വേദനയും പേറിയാണ് നിങ്ങളൊരു റീബർത്തിലേക്ക് നടക്കുന്നത് എന്നാണ് കാണുന്നത്. യൂണിവേഴ്സിനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഭാരം ചുമക്കേണ്ടത് ഒറ്റയ്ക്കല്ല, ഇത് ഷെയർ ചെയ്യുക